ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ഊട്ടിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നല്ലപോലെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചമൊക്കെ വന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മൾ ഊട്ടിയിൽ 3 പ്രാവശ്യം പോയതുകൊണ്ട് തന്നെ ഊട്ടിയിൽ അധികമൊന്നും കറങ്ങാൻ നിന്നിട്ടില്ല. നമ്മൾ മസനഗുഡി വഴി പോയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാലേ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ഇഷ്ടപ്പെടുകയുള്ളൂ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഗൂഡല്ലൂർ ഗുണ്ടൽപേട്ട് വഴി മൈസൂരിലേക്കാണ് പോകുന്നത്. ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് പായ്ക്കര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ കുറച്ച് വ്യൂസാണ് ഇതൊക്കെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസാണ്. നിങ്ങൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു വിഷ്വൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുണ്ടാവും, ഊട്ടിയിൽ ഒരുപാട് സിനിമ ലൊക്കേഷൻസും സിനിമ സ്പോട്ട്സും ഒക്കെ ഉണ്ട്. അതുപോലൊരു പ്ലേസാണ് ഇത്. കിലുക്കം സിനിമയിൽ മോഹൻലാലും ജഗതിയും ഒക്കെ താമസിച്ചിട്ടുള്ള ഒരു സ്ഥലമില്ലേ, ആ ഒരു പ്ലേസാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് തന്നെയാണ്. ആർക്കെങ്കിലും ഇവിടെ ഇറങ്ങി കാണാൻ പറ്റുവാണെങ്കിൽ പോയിട്ടൊന്ന് കാണാം. ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നുമില്ല. 2-3 പ്രാവശ്യം ഈ വഴി പോയിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണുകയാണ് കേട്ടോ ചെയ്തത്. അവിടേക്ക് ടൂറിസ്റ്റിന് അലൗഡ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് അറിയാവുന്നൊരു കാര്യം പറഞ്ഞെന്ന് മാത്രം. കിലുക്കത്തിൽ മോഹൻലാലും ജഗതിയും തകർത്തഭിനയിച്ച ഒരു പ്ലേസാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻസും പിന്നെ മൊട്ടക്കുന്ന് പോലത്തെ ഒരുപാട് പ്ലേസൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഗൂഡല്ലൂരേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പാർട്ടിൽ ഞാൻ മ്യൂസിക്കാണ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല. രാവിലെ ഈ ഒരു ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഈ മൊട്ടക്കുന്ന് പോലത്തെ സ്ഥലങ്ങൾ ഈ ഷൂട്ടിംഗ് പോയിൻ്റ് ഒന്നും ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്.
അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ച സമയത്ത് ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും ഊട്ടിക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു പ്ലേസിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നോക്കുക. അത്ര ടേസ്റ്റി അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഗൂഡല്ലൂരേക്ക് വന്നത് കേട്ടോ. ആ സമയത്ത് ഇതുപോലെ മേഘങ്ങൾ താഴെ ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വയനാടും പിന്നെ മീശപ്പുലിമലയിലൊക്കെ പോയിട്ട് ഇതുപോലെ മേഘങ്ങളെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂരേക്ക് രാവിലെ സമയത്ത് വരുമ്പോൾ ഇതുപോലെ മേഘങ്ങളെ കാണാൻ സാധിക്കും. താഴെ ഒട്ടും വിസിബിലിറ്റി ഉണ്ടാവില്ല. നല്ല ഭംഗിയായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഊട്ടിയിൽ നിന്ന് നാട്ടിലേക്ക് വരുവാണെങ്കിൽ അതിരാവിലെ വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം നമ്മൾ പൈൻ ഫോറസ്റ്റ് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു വിഷ്വൽസ് കാണാൻ സാധിക്കും കേട്ടോ. ഒരു 7-8 മണിക്കുള്ളിലാണെങ്കിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ വരുമ്പോൾ കുറച്ച് രാവിലെ ഇറങ്ങാൻ നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇനി നമ്മൾ പൈൻ ഫോറസ്റ്റ് ഒക്കെ കടന്ന് ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ ചായ കുടിച്ചതിന് ശേഷമാണ് മൈസൂരേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടൊരു ഹോട്ടൽ കണ്ട് അവിടെ വണ്ടി സൈഡാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നെയ്റോസ്റ്റും മസാല ദോശയാണ് കേട്ടോ കഴിച്ചത്. നിങ്ങൾ ഗൂഡല്ലൂർ തമിഴ്നാട് കർണാടക ആ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് മാക്സിമം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ നോക്കുക. നോൺ വെജ് കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. 2 പ്രാവശ്യം നമുക്ക് അനുഭവമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഹോട്ടലിലെത്തിയപ്പോൾ നമ്മൾ മോൻ്റെ ഒരു സോങ്ങൊക്കെ കേട്ട് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അതെ എന്താ അവൻ്റെ ചിരി. ഈ ഒരു മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് എൻ്റെ മക്കൾക്ക് ഫേവറേറ്റുള്ള ഒരു ഫുഡായിട്ട് മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ മാറിയത്. പിന്നെ ഞങ്ങൾ ഈ ഒരു 2-3 ദിവസം മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഈ മസാല ദോശ നെയ്റോസ്റ്റ് അങ്ങനത്തെ വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു 9:30 ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നേരെ മൈസൂർക്കാണ് കേട്ടോ പോകുന്നത്. ഗൂഡല്ലൂർ, മുത്തുമലൈ, ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ മൈസൂർക്ക് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വയനാട് വഴി പോകാം കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ഇത്. അപ്പോൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വഴി ചൂസ് ചെയ്യാൻ നോക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഈ ഒരു റോട്ടിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂരിൽ നിന്ന് ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച് യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മുത്തുമലൈ ടൈഗർ റിസർവിലാണ് കേട്ടോ. എന്ത് വലിപ്പാടായി ഒന്നിന് പിടിച്ചാലോ കറി വെക്ക
സൈഡാക്കണം. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഒരു ആനയെ കണ്ടിരിക്കുകയാണ്. ഇതുപോലെ പിന്നെ ആനനൊന്നും കണ്ടിട്ടില്ല. കുറച്ച് മാനിനെയും മയിലിനെയും ഒക്കെയാണ് പിന്നെ ഞങ്ങൾ കണ്ടത്. അപ്പം അധിക നേരം അവിടെ നിർത്തിയൊന്നും ചെയ്യാതെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇഷ്ടംപോലെ മാനുണ്ട്. ടൈഗറിനാണ് ഇനിയിപ്പോ കാണാൻ പ്രയാസം. അങ്ങനെ നമ്മൾ കർണാടക സ്റ്റേറ്റിന് കീഴിലുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് അനിമൽസിനെയൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് അധികം അനിമൽസിനെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. കുറച്ച് മാനിനെ മാത്രമേ കാണാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഒരു നിശ്ചിത തുക നമ്മൾ അടയ്ക്കണം. 20 റുപ്പീസാണ് നമ്മൾ അടയ്ക്കേണ്ടത്. LMV എന്ന് വെച്ചാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, HMV എന്ന് വെച്ചാൽ ഹെവി മോട്ടോർ വെഹിക്കിൾ.
86 കിലോമീറ്റർ. അടുത്ത വെക്കേഷനിൽ നമുക്ക് ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന് കീഴിലുള്ള ഈ ഒരു ഫോറസ്റ്റ് സ്റ്റേയിൽ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്ന് സ്റ്റേ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് രാത്രി ആകുമ്പോൾ ഈ ഒരു പ്ലേസിലൊക്കെ ഫുള്ള് എനിമൽസൊക്കെ വന്ന് നിന്നിട്ടുള്ളൊരു യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. ഇവിടെ ഓൺലൈനിൽ ബുക്കിംഗ് ഉണ്ട്, ഓഫ്ലൈനിൽ ബുക്കിംഗ് ഉണ്ട് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാം. അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റേ തന്നെയാണ് കേട്ടോ. അങ്ങനെ മൈസൂർ ഹൈവേയിൽ നമുക്ക് ഇതുപോലൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറിയത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡ്. ഇവിടുത്തെ ഒരു ഫുഡിനേക്കാണ് എനിക്കിഷ്ടമായത് ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് സീഡ് എന്നാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ 4 മണിയൊക്കെ ആയ സമയത്ത് മൈസൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ പ്രൈഡിലാണ് ഞങ്ങൾ മൈസൂരിൽ താമസിച്ചത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹോട്ടൽ തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വീക്ക് ഡേയ്സിൽ പോകാൻ നോക്കുക. ഹോളിഡേയ്സിൽ മാക്സിമം പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോട്ടൽസ് ഒന്നും ബുക്ക് ചെയ്താലും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹോട്ടലിൽ ചെക്കിങ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ മൈസൂരൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാർ എടുക്കാതെ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോയിൽ പോകുമ്പോൾ നമുക്ക് അധികം ട്രാഫിക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് എത്താനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ബാംഗ്ലൂരിലും ഇതുപോലെ തന്നെ ഓട്ടോയിലാണ് കേട്ടോ പോയിട്ടുള്ളത്. അധിക സ്ഥലത്തും കുറച്ച് സ്ഥലത്തൊക്കെ കാറിൽ പോയിട്ടുള്ളൂ. ഇതുപോലുള്ള ഓട്ടോയിൽ വരികയാണെങ്കിൽ ഇവർക്ക് ഈ ഒരു സമയത്ത് ഇവിടെ നടക്കുന്ന എന്തെങ്കിലും പരിപാടികളോ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഇവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അണ്ടർ വാട്ടർ സൂ കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് അഡൽട്ടിന് 200 രൂപയും കിഡ്സിന് 150 രൂപയാണ് പ്രൈസ് വരുന്നത്. അതും ഹൈറ്റിനനുസരിച്ചാണ് കേട്ടോ കിഡ്സിൻ്റെ പ്രൈസ് വരുന്നത്.
ചെറിയ മോന് ഈ ടർട്ടിൽ ടൊർട്ടോയ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അവനത് കണ്ടാൽ പിന്നെ അവിടെ നിന്ന് വരില്ല. അവിടെ നിന്ന് സെയിലിനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അവിടെ സെയിലില്ല എന്നാണ് പറഞ്ഞത്. അത് പോയി അങ്ങനെ പോയി
അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ആനന്ദഭവൻ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് നടന്നിട്ടാണ് കേട്ടോ പോകുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ഹോട്ടലിലേക്ക്. ഇവിടുന്ന് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് മസാല ദോശയും നെയ് റോസ്റ്റും ഉഴുന്ന് വടയാണ് കഴിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. മക്കളെല്ലാം കുളിച്ച് ഞാനും കുളിച്ച് ഇപ്പോൾ ഇക്ക കുളിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് റൂമിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാം, റൂം ടൂർ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈസൂർ സൂവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ രണ്ടാമത്തെ മൈസൂർ ട്രിപ്പാണിത്. അപ്പോൾ 2 പ്രാവശ്യം മൈസൂർ സൂവിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ടി വിയിലൂടെ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് മൃഗങ്ങൾ ആ സൂവിലുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് കാണണം. മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.